ഫുട്ബോൾ യുണൈറ്റ് ദ വേൾഡ് ടുഗദർ. അത് ഞാൻ ഇന്നലെ അനുഭവിച്ചറിഞ്ഞു. ഇന്നലെ, അതായത് ജൂൺ 30 എനിക്ക് ഫിഫ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാനായിട്ടുള്ളൊരവസരം കിട്ടി. അതായത് ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ള കളിയായിരുന്നു. വളരെ നല്ല കളിയായിരുന്നു. ഫുട്ബോൾ സ്പോർട്സിൽ ഞാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല. പക്ഷേ ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കളി കാണാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കളി കാണാൻ പോയത് ഒരിക്കലും ഒരു ടൈം വേസ്റ്റായിട്ട് തോന്നിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അവിടെ കണ്ട്. വേൾഡ് ടുഗദർ ഇൻ വൺ റൂം. അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കളർ വ്യത്യാസമില്ലാതെ, കൾച്ചർ വ്യത്യാസമില്ലാതെ പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടി ഒരേ സ്പിരിറ്റിൽ കളി കാണാൻ വേണ്ടിയിരിക്കുന്നത്. അവിടെ നമ്മൾക്ക് കാണാം പല കളറിലുള്ള ഡ്രസ്സുകൾ, പല കളറിലുള്ള പതാകകൾ, പല കളറിലുള്ള ബാനറുകൾ, പല ഭാഷ സംസാരിക്കുന്നവരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കളി കണ്ടു. കളി കണ്ടപ്പം ഞാൻ പ്രാർത്ഥിച്ചത് 2 പേർക്കും ഓരോ ഗോളെങ്കിലും കിട്ടണേ എന്നാണ്. പിന്നെ നന്നായിട്ട് കളിക്കുന്നവർ വിൻ ചെയ്യട്ടെ. കാരണം ഈ ഫൈനലിൽ എത്താൻ വേണ്ടി, അതായത് ഈ വേൾഡ് കപ്പിൻ്റെ ടൂർണമെൻറ്റിൽ എത്താൻ വേണ്ടി ഓരോ കളിക്കാരും ഓരോ രാജ്യവും എത്രത്തോളം കഷ്ടപ്പെട്ട്, അപ്പോൾ അവർക്ക് ഒരു ഗോൾ പോലും കിട്ടാതെ പോകുന്നത് വളരെ വിഷമമുള്ള കാര്യമല്ലേ. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പിന്നെ നോർവേ വിൻ ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ്. നന്നായിട്ട് കളിക്കുന്നവർ വിൻ ചെയ്യണം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പലരും ഈ ടൂർണമെൻറ്റ് കാണാൻ പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? അപ്പം ഞങ്ങൾ പോയപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ റെഡിയായി പോയത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ഫേസ് ചെയ്തത്, അതേപ്പറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നിങ്ങളുടെ ടിക്കറ്റ് എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ വയ്ക്കുക. കാരണം അത് സ്കാൻ ചെയ്താണ് നമ്മൾക്ക് അകത്തോട്ട് കയറേണ്ടത്. പിന്നെ എപ്പോഴും നേരത്തെ ഇറങ്ങണം. അതായത് ഞങ്ങൾ പോയത് 12 മണിക്കത്തെ കളി കാണാനാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 8 മണിക്കാണ്. അതായത് ഞാൻ കളി കണ്ടത് ടെക്സസിലെ ഏർലിംഗ്ടൺ ഉള്ള AT&T സ്റ്റേഡിയത്തിലാണ് പോയത്. 8 മണിക്ക് ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തിയത് 9:30 ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പാർക്കിംഗ് ചെയ്യാൻ പറ്റി. എങ്കിലും അവിടുന്ന് ഒരു 30 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു, ചൂടുണ്ടായിരുന്നു. കളി കാണാനുള്ള സ്പിരിറ്റിൽ അങ്ങ് നടന്ന്. പക്ഷേ ടെക്സസിൽ നല്ല ചൂടാണ്. നിങ്ങൾ സൺസ്ക്രീമൊക്കെ നന്നായിട്ട് തേക്കണം. പിന്നെ ഒരു ക്യാപ്പ് വേണം. അതുപോലെ തന്നെ ഒരു സൺഗ്ലാസും വേണം. നല്ല ചൂടാണ് നടക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ പാർക്കിങ് എന്തായാലും നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തൊന്നും പാർക്കിങ് കിട്ടത്തില്ല. പക്ഷേ കുറച്ചടുത്ത് നല്ല ചാർജാണ്. പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് പല സ്ഥലത്തും കണ്ട് പ്രൈവറ്റ് പാർക്കിങ്ങൊക്കെ, അതൊക്കെ കുറച്ചും കൂടെ ചീപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ നടക്കുമായിരുന്നെന്ന്. പക്ഷേ നടക്കുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട് പലരും ചീപ്പ് റേറ്റിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫർ ചെയ്യുന്നത് കണ്ട്. അതിൽ കയറി വരേണ്ടവർക്കും അങ്ങനെയും ചെയ്യാം. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു സ്കൂൾ ബസ്സൊക്കെ ആണെങ്കിലും ഇങ്ങനെ ആൾക്കാരെ അവരുടെ വെഹിക്കിളിനടുത്തോട്ട് കൊണ്ടുവരുന്നതായിട്ടൊക്കെ കണ്ട്. അങ്ങനെ പല അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് നടക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലെത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റ് എവിടെയാണെന്ന് നോക്കണം. ഇതും ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്. ഞങ്ങളുടെ ഗേറ്റ് 2nd ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം 4ാമത്തെ ഗേറ്റിൽ ചെന്ന് പിന്നെ അവിടുന്ന് തിരിച്ച് 2nd ഗേറ്റിലോട്ട് വരേണ്ട വന്ന്. അപ്പം 2nd ഗേറ്റിൽ നിങ്ങളുടെ ഗേറ്റ് എവിടെയാണോ അവിടെ നോക്കി പോവുക. പിന്നെ നിങ്ങൾക്ക് കാണാം വലിയ ലോങ് ലൈനാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെക്കിംഗ് ആണ്. പിന്നെ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ് മാത്രമേ അലൗഡ് ആകത്തുള്ളൂ. ഇതിനകത്ത് എൻ്റെ മൊബൈലും സൺഗ്ലാസും അത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് ഫുഡും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒട്ടും അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വെള്ളം കൊണ്ടുപോകാം. വെള്ളം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ക്യാപ്പ് അടപ്പ് മാറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതായത് എന്താണോ ഡ്രിങ്ക്സ് കൊണ്ടുവന്നത് അത് തുറന്ന് പിടിച്ചാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം വെള്ളം തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലായിടത്തുമൊക്കെ സ്പ്ലിറ്റായി പ്രശ്നമാകും. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ
വാട്ടർ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടപ്പ് മാറ്റി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു താഴെ വീഴുന്നത് കൊണ്ടായിരിക്കും അടപ്പ് അവിടെ ഇവിടെ ആൾക്കാർ ഇടുന്നത് കൊണ്ടാണോ എന്താണ്. അപ്പം ഞാനവിടെയുള്ള കൗണ്ടറിലുള്ള ആൾക്കാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കുപ്പിയുടെ അടപ്പ് കളഞ്ഞിട്ട് പോകണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ആ കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ചിലപ്പോൾ കളിയുടെ സ്പിരിറ്റിൽ ആൾക്കാരൊക്കെ സ്റ്റേഡിയത്തിലോട്ട് എറിയാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആൾക്കാർ ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ എന്തായാലും കുപ്പിയുടെ അടപ്പ് തുറന്നേ ഉള്ളൂ, അകത്തോട്ട് കയറ്റത്തുള്ളൂ. പിന്നെ വെളിയിൽ നിന്നുള്ള ഫുഡ് അലൗഡ് അല്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മളിത് സ്കാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ കൗണ്ടറിലെ ലൈറ്റ് ഗ്രീൻ ആകുമ്പോഴേ നമ്മൾ അങ്ങോട്ട് ആൾക്കാർ കടന്നു പോകണം. കടന്നില്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഇന്നാക്റ്റീവായിട്ട് പോകും. എൻ്റെ ഹസ്ബൻഡ് സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ കടക്കാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ ടിക്കറ്റ് ആദ്യം ഇന്നാക്റ്റീവായിപ്പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ബ്രദറിലോയും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് കളി കാണാൻ പോയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അകത്ത് കയറിയിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തിരിച്ച് മെയിൻ ഓഫീസിൽ പോയി ആ ടിക്കറ്റ് റീആക്റ്റീവ് ചെയ്യേണ്ട വന്ന്. അപ്പോൾ നിങ്ങളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. സ്കാൻ ചെയ്യുക, അകത്ത് കിടക്കുക, സ്കാൻ ചെയ്ത് വെയിറ്റ് ചെയ്യരുത്. സ്കാൻ ചെയ്താൽ ഉടനെ തന്നെ അകത്തോട്ട് കിടക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ഇന്നാക്റ്റീവ് ആയി പോകും. പിന്നെ അകത്തോട്ട് കടന്നു കഴിയുമ്പോൾ നല്ല ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല ക്ലീനാണ്, നല്ല കംഫർട്ടബിളാണ്. ടെമ്പറേച്ചറൊക്കെ നല്ല അധികം ചൂടുമില്ല തണുപ്പുമില്ല, വളരെ കംഫർട്ടബിളാണ്. അപ്പം കളിയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. പിന്നെ എനിക്കൊരു പരാതി എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഏറ്റവും ലോവർ ലെവലല്ല, സെക്കൻഡ് ലെവലിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നന്നായിട്ട് കംഫർട്ടബിളായിട്ട് കളി കാണാമായിരുന്നു. പക്ഷേ ഗോളൊക്കെ അടിക്കുന്നത്, കാരണം എനിക്ക് കുറച്ച് ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷേ ഈ ഗോളൊക്കെ അടിക്കുന്ന വളരെ മെമ്മോറബിൾ ആയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ആ ക്ലിപ്പൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഗോൾ അടിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് ഇത്ര പൊക്കമല്ലേ ഉള്ളൂ, മുമ്പിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പൊക്കമുള്ളവരാണ്. അപ്പോൾ അത് തന്നെ പിന്നെ ഞാൻ അത്രയ്ക്ക് അവരുടെ സ്പിരിറ്റിൽ അവർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പിന്നെ നമുക്ക് മണ്ടയിലെ മുകളിലത്തെ ടി വിയിൽ കാണാമായിരുന്നു. അപ്പോൾ ആ ഒരു കുഴപ്പമേ ഉള്ളായിരുന്നു. അപ്പം ഇനി കാണാൻ പോകുന്നവർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കരുത്. എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവരൊക്കെ പുറകിലുണ്ട്, അവരും കളി കാണാൻ വന്നവരാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പം ഞാൻ കണ്ട കളിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. കാണാൻ പറ്റാത്തവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ കളി കാണാൻ വേണ്ടി പോകുവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ ഇറങ്ങിയിരിക്കും. ഇത് കണ്ടോ, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, നടക്കുവാണ്. ഇതിനിടയ്ക്ക് പലരും പല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടോ. ഇങ്ങനെ ചെറിയ വണ്ടികളിലൊക്കെ ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നു. പിന്നെ എല്ലായിടത്തും പോലീസുകാരുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് വരുവാണ്. ഞങ്ങളുടെ മുമ്പിൽ വന്ന കുട്ടികൾക്ക് എന്തായാലും ആ വണ്ടി കിട്ടി, അവരതിന് പോയി. ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടക്കുവാണ്. രാവിലെ അല്ലേ, കുറച്ച് നല്ല എക്സസൈസും ആകും. ഇവിടെ അർലിംഗ്ടൺ സിറ്റി എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് നടന്ന്. വയസ്സും പ്രായവും ഒക്കെ ആയതിൻ്റെ ആയിരിക്കും കുറച്ച് അണയ്ക്കുന്നൊക്കെ ഉണ്ട്. 8 മണിക്ക് ഇറങ്ങിയതാണ് 12 മണിക്കത്തെ കളി കാണാൻ വേണ്ടി. നമ്മുടെ കൂടെ ഒരു പട്ടിച്ചേട്ടനും കളി കാണാൻ വരുവാണ്. ഞാൻ കേട്ടത് പുള്ളിക്ക് ടിക്കറ്റ് ഫ്രീ ആണെന്ന്. അപ്പോൾ തോന്നുന്നു ഒരു പട്ടിയായിട്ട് ജനിച്ചാലും നല്ലതായിരുന്നു എന്നല്ലേ. ഹായ് ഗാസ്, ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ മാറിപ്പോയി. ഇവിടെ 4 ഗേറ്റാണ് ഉള്ളത് മൊത്തം. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് 4ൻ്റെ അവിടെ പോയി. ഞങ്ങളുടെ ഗേറ്റ് 2 ആണ്. ഞങ്ങൾ ആ ഗേറ്റ് തപ്പി നടക്കുവാണ്. ഉണ്ട്, സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ കൂടാരം കെട്ടി മറച്ചിരിക്കുവാണ്. നമുക്കങ്ങനെ ഡയറക്റ്റ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ആൾക്കാരെല്ലാം എല്ലാ ദിശയിൽ നിന്നും ഓരോ യൂണിഫോമുകളൊക്കെ ഇട്ട് വരുന്നു. അപ്പം നിങ്ങൾ വരുമ്പം നിങ്ങളുടെ ഗേറ്റ് എവിടെയാണെന്നൊക്കെ നോക്കി അതൊക്കെ മനസ്സിലാക്കി വന്നാൽ ഇത് ഞങ്ങൾക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റത്തില്ല. അപ്പം ഈ കൂടാരം കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ജംബോ സർക്കസുകാർ വരുമായിരുന്നു. അപ്പോൾ ആ സർക്കസുകാർ വരുമ്പം നമുക്ക് കളി കാണാനായിട്ടുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ അതിൻ്റെ ഈ താഴം ഇങ്ങനെ പൊക്കി ഞങ്ങൾ സർക്കസ് കാണാൻ പരിശ്രമിച്ചിട്ടുണ്ട്.
ആ സമയത്ത് അവിടുത്തെ ജോലിക്കാർക്കൊക്കെ ഞങ്ങളോട് കരുണ തോന്നി. ഞങ്ങളെ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളപ്പം ആൾക്കാരെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഫ്രീ ആയിട്ട് അവിടെ കളിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതൊക്കെയാണ് ഓർക്കുന്നത്. നോക്കിവിടെ എല്ലാം മൊത്തം പോലീസ് വണ്ടികളാണ്, ഫുൾ എല്ലായിടത്തും ആൾക്കാരാണ്. നമ്മളങ്ങനെ നമ്മുടെ കറക്റ്റ് ലൈനയിൽ ഇവിടെ എത്തിയിരിക്കുവാണ്. ഓക്കെ, ഇനി വലിയ ലോങ് ലൈനാണ്. ഉണ്ടോ, നല്ല ബഹളമാണ് ഇവിടെ. അങ്ങനെ പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുക, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കരുത്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കിടക്കാൻ പോകുന്നു. സ്പോർട്സിൽ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നു ഇപ്പം. അപ്പോൾ എനിക്ക് ഇമാജിൻ ചെയ്യാം സ്പോർട്സ് ഇഷ്ടമുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്ന്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് പോലും ഇല്ല, അതുകൊണ്ട് ഒരു ഉറക്കച്ചടവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ലൈനയിൽ നിൽക്കുക. അങ്ങനെ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലോട്ട് നടന്ന് തേണ്ട ഇങ്ങനെ പല 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 ലൈനുകളായിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഈ ലാസ്റ്റ് ലൈനയിലങ്ങ് നിന്ന് അപ്പം മുമ്പോട്ട് നടക്കുവാണ്. നല്ല ചെക്കിങ്ങാണ് കേട്ടോ ഇവിടെ. സ്റ്റേഡിയമൊക്കെ പല രാജ്യങ്ങളുടെയും പതാകകളൊക്കെ കൊണ്ട് എല്ലാം അലങ്കരിച്ചിരിക്കുന്നു. വേണ്ട നമ്മുടെ എൻട്രൻസ്, അവരെല്ലാവരും അങ്ങോട്ട് പോയി. നമ്മുടെ എൻട്രൻസ് ഇവിടെയാണ്, നമ്മളിങ്ങോട്ട് പോവുകയാണ്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെള്ളം അലൗഡാണ്. വെള്ളം എപ്പോഴും ഇങ്ങനെ ഇത് തുറന്ന് പിടിച്ച് വേണം കയറാനായിട്ട്. പിന്നെ ബാഗ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അങ്ങനെ ഇതാണ് ഫുട്ബോളുകാരുടെയൊക്കെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്ന FF 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് ഞാനിതാ കിടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പിന്നാലെ അറിയിക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഉള്ളിലോട്ട് കയറി, ആകെ ബഹളമാണ്. പള്ളിപ്പെരുന്നാളെന്ന് പറയാൻ പറ്റത്തില്ല, അതിലും ആൾക്കാരുടെ കച്ചവടക്കാരും ഇവിടെയൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ. ഞങ്ങളെന്തായാലും ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി. എത്ര വലിയ സ്റ്റേഡിയമാണെന്ന് കണ്ടോ നിങ്ങൾ? നമ്മളിങ്ങനെ അകത്തോട്ട് പോവുകയാണ്, നമ്മുടെ സീറ്റ് തപ്പി. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ആകെ ബഹളമാണ്. എന്നാലും നിങ്ങളിൽ പലർക്കും ഇതൊക്കെ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്നോർത്ത് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ പയ്യെ നമ്മുടെ സീറ്റ് തപ്പി ഞങ്ങൾ നടന്നങ്ങനെ ഉള്ളിലോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് തന്നെ കയറുന്നു. ആണല്ലേ? ഓ, നമ്മൾ നമ്മുടെ സീറ്റ് തപ്പുവാണ്. എന്നാലും സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ട് കടന്ന് എൻ്റെ സീറ്റ് എവിടെയാ? ഓക്കെ, ഫോട്ടോ സ്റ്റേഡിയത്തിൽ അയച്ചു തന്നെ. ഹായ്, സോറി.
അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കടന്ന് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ നോക്കട്ടെ എനിക്ക് എത്രത്തോളം നിങ്ങളെ കളി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിവതും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇടാനായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. എന്നിട്ട് മൊത്തം സ്റ്റേഡിയം കാണിക്കണേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിവിടെ 2026 ഫിഫ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ്. നിങ്ങൾ കണ്ടോ എത്ര വലിയ സ്റ്റേഡിയമാണെന്ന് കണ്ടോ? താഴെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സെക്കൻഡ് ലെവലിലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളിവിടെ ഇരുന്ന് എൻ്റെ കൂടെ എൻ്റെ ബ്രദറിലോയും ഉണ്ട്. ഞങ്ങൾ 3 പേരാണ് ഈ കളി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ കളി എങ്ങനെയാണ്, ആര് ജയിക്കും എങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ഈ സ്റ്റേഡിയത്തിനകത്ത് കയറാനും ഇവിടെ ഈ കളി കാണാനും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേ. ഏർലിംഗ്ടൺ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. കളി ഇതുവരെ തുടങ്ങിയില്ല. കളി 12 മണിക്കാണ്. നമ്മളിവിടെ 10:30 ആയപ്പോഴേ എത്തി. കാരണം റോഡിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും, നമുക്കുള്ളിൽ കയറാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. പക്ഷെ നമുക്ക് കാണാം ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ ഓൾറെഡി എത്തി. മുകളിലൊക്കെ അങ്ങ് ആൾക്കാർ നിറഞ്ഞിരിക്കുവാണ്. പക്ഷെ എന്നാലും കുറേ സീറ്റുകളൊക്കെ കാലിയുണ്ട്. പക്ഷേ വെളിയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരും കയറി വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്ക്, ഈ സ്റ്റേഡിയത്തിൻ്റെ അകം എത്ര മനോഹരമാണെന്ന് നോക്ക്. എത്ര വലിയ സ്റ്റേഡിയമാണ്. ഇപ്പം തന്നെ പകുതിയിൽ കൂടുതലായിട്ട് ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി 1.5 മണിക്കൂറും കൂടി ഉണ്ട് കളി കാണാൻ. നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ പലരും കാണിക്കാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കിക്കേ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട്. ഇത് മൊത്തം ഒറിജിനൽ പുല്ലാണ്. കണ്ട പുല്ലിനിപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ വിചാരിച്ചത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലാന്നായിരുന്നു കേട്ടോ. പക്ഷെ ഇത് റിയൽ ഒറിജിനൽ പുല്ലാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് ദണ്ട് പുല്ലിനെല്ലാം നന്നായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ അകം ഒരുവിധമൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് എല്ലാവരും പലതരത്തിലുള്ള കളറിലുള്ള ടീഷർട്ടുകളൊക്കെ ഒരു യൂണിഫോം പോലെയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. നിറച്ച ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിവിടം. ഇതുവരെ കളിക്കാൻ ആൾക്കാർ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടക്കുന്ന പരിചയമുള്ള വല്ലവരൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പോകുവാണ് പുള്ളി. ഇതുപോലെ പലരും ഇങ്ങനെ ബാനറുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റേഡിയം നിറച്ച ആൾക്കാരായി. ഇവിടെ പ്രാക്ടീസ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് പ്രാക്ടീസിന് തന്നെ ആകെ ബഹളമാണ് ഇവിടെ. ടീമുകളും കൂടെ വന്ന് പ്രാക്ടീസ് കളി, അതായത് നമ്മുടെ ഐവറി കോസ്റ്റ് നോർവേയും
രണ്ടുപേരും കൂടെ വന്ന് ഇവിടെ കളി തുടങ്ങി. സോറി, പ്രാക്ടീസ് ചെയ്യുവാണ് ഇപ്പോൾ. ഒറിജിനൽ കളി തുടങ്ങിയില്ല കേട്ടോ, പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പം. ഇവിടെ ഇപ്പോൾ ഓരോ കളിക്കാരെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഐവറി കോസ്റ്റിൻ്റെ കളിക്കാരാണ്. നമ്മുടെ സ്റ്റേഡിയം നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് കളി ഇപ്പം തുടങ്ങാൻ പോകുവാണ്. നിറയെ ആൾക്കാരായി കണ്ടോ. ജനപ്രളയമെന്ന് പറഞ്ഞ പോലെ. ഇത് അടച്ചിട്ട സ്റ്റേഡിയം ആയതുകൊണ്ട് നമുക്ക് ഈ ടെക്സസിൽ നല്ല ചൂടായിപ്പം. പക്ഷേ നല്ല ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കൂളായിട്ടാണ് അകം. എന്നാൽ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. നല്ല ടെമ്പറേച്ചറാണ് അകത്തിരുന്ന് കാണാൻ. ഉണ്ടായിരുന്നു. ദേശീയ പതാക കണ്ടോ, നമ്മുടെ കളറുള്ള പോലെ തന്നെ. അതിലുണ്ട് പച്ചയും വെള്ളയും ഓറഞ്ചും. ഇതിൻ്റെ പുറകിലുള്ള തിയറി എന്താണെന്ന് നോക്കിയിട്ട് പറയാം. എന്തായാലും അവർ പിന്നെയും നമ്മുടെ പുല്ലിന് തണ്ട വെള്ളം നനയ്ക്കുവാണ്. സ്റ്റേഡിയം നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞ് നമ്മൾ കളിക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ പുല്ലിന് പിന്നെയും വെള്ളം. അങ്ങനെ നമ്മുടെ നോർവേയുടെ കളിക്കാരെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ സ്റ്റേഡിയം ഇപ്പം നിറഞ്ഞ് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് മൊത്തം നിറഞ്ഞ ആൾക്കാരെ കൊണ്ട്.
ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് അടുത്ത കളി തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സമർപ്പിച്ച ഫുട്ബോളിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററി കുറച്ച് ഒന്ന് പുറകോട്ട് ചിന്തിക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഈ ഫുട്ബോൾ പല പേരുകളിലും കളിച്ചിരുന്നു. അപ്പം ഏറ്റവും പുരാതനമായിട്ട് ഞാൻ കണ്ടത് മെക്സോ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇത് തുടക്കത്തിലൊക്കെ
റോക്ക് കൊണ്ട് പാറ കൊണ്ടായിരുന്നു ഫുട്ബോൾ. അങ്ങനെ കളിച്ചവരെ ഞാൻ കണ്ടു. ആ സമയത്തൊക്കെ ആരാണ് തോൽക്കുന്നത് അവരെ അന്ന് കാലത്തുള്ള ദൈവങ്ങൾക്ക് ബലി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഷേപ്പ്, അതായത് സൂര്യൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഈ ഫുട്ബോളിൻ്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടായിട്ട് വന്നത് തന്നെ. പിന്നെ അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പേരുകളിലൊക്കെ വർഷങ്ങളായിട്ട് ഈ കളി കൊണ്ടു നടന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും കൂടുതലായിട്ട് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി നമ്മുടെ നാട്ടിലും ഫുട്ബോൾ കളികൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓട്ടുപാൽ വെച്ച്, അതായത് പുല്ലോ പേപ്പറോ ഒക്കെ അകത്ത് വെച്ചിട്ട് ഓട്ടുപാൽ വെച്ച് വെട്ടുപാൽ, അതുകൊണ്ട് റബ്ബറിൻ്റെ ആ പാല് വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി എന്നിട്ട് പിന്നെ ഓട്ടുപാൽ വെച്ച് അതിനെ ഒന്ന് നല്ല ബോളാക്കി ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന കാലമുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. പിന്നെ അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ എനിക്ക് എക്കാലത്തെയും നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരമാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ അഭിമാനമായ IM വിജയൻ ഫുട്ബോൾ പ്ലെയറാണ്, അതുപോലെ തന്നെ ഒരു ആക്ടറുമാണ്, നമ്മുടെ സ്വന്തം കറുത്തമുത്ത്. പിന്നെ നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വളരെ ഇഷ്ടമാണ് ഫുട്ബോൾ. നമ്മളെവിടെയാണെങ്കിലും ഫുട്ബോൾ കാണും. അപ്പം മറഡോണ നമ്മുടെ കേരളം വിസിറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോച്ചെ കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് മറഡോണയെ കാണാൻ സാധിച്ചു. പിന്നെ മെസ്സി വരാനിട്ടിരുന്നാണ്, അത് നടന്നില്ല. പിന്നെ നോക്കുമ്പം ഫുട്ബോളിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1950 ആക്ച്വലി നമുക്ക് ഇന്ത്യക്ക് ലോക ഫുട്ബോൾ കളിയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയതായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ഫൈനാൻസ് ശരിയല്ലായിരുന്നു. പിന്നെ നമ്മൾ ഒളിമ്പിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കളിയിൽ പങ്കുചേരാൻ പറ്റിയില്ല. ഇനി ഭാവിയിൽ നമുക്കതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ FIFA 2026 പോലെയുള്ള ഫുട്ബോൾ കളിയുടെ തുടക്കം 1930 അതായത് ആദ്യത്തെ ഫിഫ കളി എന്ന് പറയുന്നത് 1930 ഒരു ഉറുഗ്വേ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്ത് വെച്ചായിരുന്നു. അന്നത്തെ കളിയിൽ, അതായത് ഉറുഗ്വേയാണ് അന്ന് ചാമ്പ്യനായത്. ഉറുഗ്വേയും അർജൻറ്റീനയോടുള്ള കളിയിൽ 4-2 നമ്മുടെ ഉറുഗ്വേ ചാമ്പ്യന്മാരാകുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായത് ബ്രസീലാണ്, പിന്നെ ജർമ്മനി, പിന്നെ അർജൻറ്റീന, അങ്ങനെ താഴോട്ട് ചാമ്പ്യന്മാരായി. അപ്പോൾ ഈ വർഷത്തെ കളിയിൽ ഇത് 23ാമത് ഫിഫ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ കളിയാണ് നടക്കുന്നത്. ഇത് 3 രാജ്യങ്ങളിലാണ് നടക്കുന്നത്, അതായത് അമേരിക്കയിലും കാനഡയിലും അതുപോലെ തന്നെ മെക്സിക്കോയിൽ. 11 കളി അമേരിക്കയിലും 2 കളി 2 കളി കാനഡയിലും 3 കളി മെക്സിക്കോയിലും. ഇങ്ങനെയാണ് കളി നടക്കുന്നത്. 48 ടീമാണുള്ളത്. ഇപ്പോൾ ഏകദേശം സെമി ഫൈനലോടുകൂടി അടുക്കുന്ന ഈ കളി തുടങ്ങിയത് ജൂൺ 19 ലോസ് ഏഞ്ചലസിൽ വെച്ചായിരുന്നു. ഇനി കളി തീരുന്നത് ജൂലൈ 19 ന്യൂയോർക്കിൽ വെച്ചാണ്. അപ്പം നമുക്കിതുവരെ അറിഞ്ഞുകൂടാ ഫൈനൽ ടീം ആരൊക്കെയാണ് കളിക്കുന്നതെന്ന്. അത് ജൂലൈ 18 അറിയത്തുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് അമേരിക്കൻ സിറ്റിസണായ എനിക്ക് അമേരിക്ക ജയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു ഫുട്ബോൾ കളിയാണ്, ലോകത്തെ മൊത്തം ഒരുമിച്ച് കൂട്ടി ഒന്നാക്കുന്ന ഒരു കളിയാണ്. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക. ജയിക്കുന്നവരാരാണോ അവർ നമ്മുടെ ടീം. പിന്നെ നന്നായിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലെയേഴ്സാണ് ഈ ലോകകപ്പിൽ കളിക്കുന്നത്. എൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഓരോ ഗോളൊക്കെ കിട്ടി അഭിമാനത്തോടെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനിടയാവട്ടെ. അതുപോലെ ഈ കളി ഇവിടെ അമേരിക്കയിൽ നടന്നതുകൊണ്ട് എനിക്കും കാണാനായിട്ടൊരു ചാൻസ് കിട്ടി. ഇനി നിങ്ങൾക്കും ഭാവിയിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഇൻ പേഴ്സൺ ഈ കളിയൊക്കെ കാണാനായിട്ട് ഇടയാവട്ടെ. അപ്പോൾ 2026 ഫിഫ ഫുട്ബോൾ യെസ്, എല്ലാവരെയും ലോകം മൊത്തമായിട്ട് ഒരുമിച്ച് കൂട്ടുന്ന ഒരു കളി. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.